പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് സ്നേഹത്തെക്കുറിച്ചാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്, ടീച്ച് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, എന്താണ് സ്നേഹം? ലവ്. നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് സ്നേഹം. ഗോഡ് ഈസ് ലവ്. ഗോഡ് ഈസ് ലവ്. ദൈവം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. അപ്പോൾ ആ ഗോഡ് ഈസ് ലവിൽ നമ്മൾ ലവ് എന്ന് പറയുന്ന ആ വേർഡിനെ സ്പെസിഫൈ ചെയ്താണ് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ യേശുപ്പച്ചന് നന്ദി പറയുന്നു. ദൈവം തരാതെ യാതൊരു മെസ്സേജ് നമുക്ക് എടുക്കാൻ സാധിക്കത്തില്ല. കാരണം വചനം പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് ഇല്ലാതെ നമുക്ക് യാതൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ ഈ ചാനലിൽ കൂടെ യേശുപ്പച്ചൻ്റെ നാമം മഹത്വം വേണ്ടിയിട്ടാണ് ഓരോ മെസ്സേജ് ഇടുന്നത്. ദൈവത്തിലിരുന്ന് പ്രാപിച്ചിട്ട് യേശുപ്പച്ചൻ പറയുന്ന കാര്യങ്ങളാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. അതുമല്ല, എൻ്റെ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ടുമല്ല. ദൈവനാമം മഹത്വം എടുക്കണം. യേശുപ്പച്ചൻ നമ്മളുടെ കൂടെ മറ്റുള്ളവർ പറയാൻ ആഗ്രഹിക്കുന്നത്, അത് നമ്മളത് ഡെലിവർ ചെയ്യുക. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ പല അവയവങ്ങൾ എന്നതുപോലെ നമ്മളെല്ലാവരും പല ദൈവത്തിൻ്റെ ഓരോ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ബോഡിയുടെ പല പാർട്സുകളാണ്. അപ്പം ദൈവം ഓരോരുത്തർക്കും ഓരോരോ ഫങ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഓരോരോ വെളിപ്പാട് ദൈവം കൊടുക്കും. അതെല്ലാം നമ്മൾ ഷെയർ ചെയ്ത് ഒരു ഐക്യതയിൽ എല്ലാവരും വളരുക. ദാറ്റ്സ് ഇറ്റ്. ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. എനിക്ക് എൻ്റെ യേശുപ്പച്ചൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഔട്ട് പറഞ്ഞേ പറ്റത്തുള്ളൂ. അത് എൻ്റെ യേശുപ്പച്ചൻ്റെ യേശുപ്പച്ചൻ്റെ ആ സ്നേഹം നമ്മളിൽ വ്യാപരിക്കുമ്പോൾ നമ്മളത് തീർച്ചയായിട്ടും മറ്റുള്ളവരെ ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എനിക്കും പല കാര്യങ്ങൾ പലയിടത്തുനിന്നും കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇരുട്ട് ഡാർക്ക്നെസ്സിലായിരുന്നു ഞാനത് ലൈറ്റിലോട്ട് എൻ്റെ ജീവിതം മാറിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമുക്ക് ഓരോരുത്തർക്ക് ദൈവം തരുന്നത് നമ്മൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എല്ലാവരും ഗ്രോത്ത് പ്രാപിക്കണം, എല്ലാവരും വളരണം, എല്ലാവരും ക്രിസ്തുവിൽ അടിയുറച്ച് വളരണം. ആമേൻ. എന്താണ് സ്നേഹം? സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ഡെമോൺസ്ട്രേഷൻ. സ്നേഹം എന്ന് പറയുന്നത് എന്താ? നമുക്ക് ഇതാണ് എൻ്റെ സ്നേഹം എന്ന് പറഞ്ഞ് നമുക്കെടുത്ത് കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റത്തില്ല. എങ്ങനെയാണ്? അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്താൽ മാത്രമേ സ്നേഹം എന്നുള്ള ആ വികാരം നമുക്കത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്കെങ്ങനെ പറയാം ഇറ്റ്സ് എ ഡെമോൺസ്ട്രേഷൻ? നമ്മളെല്ലാം അക്കോർഡിംഗ് ടു ബൈബിൾ മാത്രമേ പറയാവൂ, വചനം മാത്രമേ പറയാവൂ. വചനം മാത്രമാണ് സത്യം. സോ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും ലവ് ഈസ് എ ഡെമോൺസ്ട്രേഷൻ? ഓക്കെ, റോമൻസ് 5:8 പറയുന്നു, ബട്ട് ഗോഡ് ഡെമോൺസ്ട്രേറ്റ്സ് ഹിസ് ഓൺ ലവ് ഫോർ അസ് ഇൻ ദിസ്, വൈൽ വി വെയർ സ്റ്റിൽ സിന്നേഴ്സ് ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ഗോഡ് ഡെമോൺസ്ട്രേറ്റഡ് ഹിസ് ലവ് ഫോർ അസ്. അതായത് ദൈവത്തിൻ്റെ സ്നേഹത്തെ എന്ത് ചെയ്തു? ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. സ്നേഹം എന്ന് പറയുന്നത് എന്താ? ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നതാണ്. ആ മനസ്സിലുണ്ടായിരുന്നത് സ്നേഹമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഔട്ട് വരത്തില്ല. പക്ഷെ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് പറയാം, എൻ്റെ ദൈവത്തിന് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പ്രിയപുത്രനായ ക്രിസ്തുവിനെ നമുക്ക് പാപപരിഹാരമായിട്ട് ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത്. നമ്മളെ ഈ പാപത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യേശുപ്പച്ചൻ പിതാവായ ദൈവം പുത്രൻ ഈ ലോകത്ത് അയച്ചത്. ദൈവം ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. ദൈവം വെറുതെ പറയുകയല്ല എനിക്ക് ഇതിനോട് സ്നേഹമുണ്ട്, ഞാൻ ഈ ലോകത്തെ സ്നേഹിക്കുന്നു. ഇത് ജസ്റ്റ് പറയുക മാത്രമല്ല, ഫസ്റ്റ് ഇറ്റ് സെഡ്, പറഞ്ഞു, ഞാൻ ദൈവത്തിന് ഈ ലോകത്തോട് വളരെ സ്നേഹം, ലോകത്തിലുള്ളവരോടും വളരെ സ്നേഹം. പക്ഷേ ദൈവം അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയും തന്നു. പ്രൊവൈഡ് ചെയ്ത് നമുക്ക് നൽകി. അത് നൽകുക. സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? ടു ഗീവ്. അത് നൽകാനുള്ളതാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ പറഞ്ഞാൽ നൽകാനുള്ളതാണ്, വേറൊരു സൈഡിൽ പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാനും ഉണ്ട്. ലവിന് ഞാനെന്ന വ്യക്തി ഒരാൾക്ക് സ്നേഹം കൊടുക്കുകയാണെങ്കിൽ വേറൊരു വ്യക്തി നമുക്കതിൻ്റെ നമ്മളവിടെ എന്താണെങ്കിലും സ്നേഹം റിട്ടേൺ ചെയ്യുവാണ്. അത് സ്നേഹം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് അടുത്ത് നോക്കാം. ഇത് ഡെമോൺസ്ട്രേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ആക്ച്വലി ഈ ലവ് ഒരു ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് ദൈവം പ്രൂവ് ചെയ്തു. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഡെമോൺസ്ട്രേഷൻ ആണെന്ന് പറഞ്ഞതെന്നുള്ളത് വാക്യം 1 John 4:10 കിടക്കുന്നു. ദിസ് ഈസ് ലവ്. അത് വചനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ദിസ് ഈസ് ലവ്. ഇതാണ് സ്നേഹം. എന്താ? നോട്ട് ദാറ്റ് വി ലവ്ഡ് ഗോഡ്, ബട്ട് ദാറ്റ് ഹി ലവ്ഡ് അസ് ആൻഡ് സെൻഡ് ഹിസ് സൺ ആസ് ആൻ അനോയിന്റഡ് സാക്രിഫൈസ് ഫോർ അവർ സിൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ അങ്ങോട്ട് സ്നേഹിച്ചതല്ല, ദൈവം ഇങ്ങോട്ട് സ്നേഹിക്കുമായിരുന്നു. പക്ഷെ ദൈവം ഇങ്ങോട്ട് സ്നേഹിച്ച സാഹചര്യത്തിൽ നമ്മൾ ഏത് കണ്ടീഷനിലായിരുന്നു? നമ്മൾ സിന്നേഴ്സ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുമായിരുന്നു.
ദൈവത്തോട് നമ്മൾ അങ്ങോട്ടൊരു സ്നേഹമോ എൻ്റെ ഡീപ്പ് ലവ് മൈ ലോഡ് എന്നൊന്നും പറയേണ്ട ആ കണ്ടീഷനിലല്ല. നമ്മുടെ ഭാഗം എന്താ? ദൈവത്തിൻ്റെ ഭാഗവും നമ്മുടെ ഭാഗവും നോക്കുമ്പോൾ നമ്മുടെ ഭാഗം ബിഗ് സീറോയാ. ദൈവത്തിൻ്റെ ഭാഗം എന്താ? ദൈവം സ്നേഹനിധിയായിട്ട് അങ്ങ് നിൽക്കുക. നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചിട്ടില്ല, ദൈവം ഇങ്ങോട്ട് സ്നേഹിച്ചു. ദൈവം ഇങ്ങോട്ട് സ്നേഹിച്ച് പുത്രനെ തന്നത് കൊണ്ടാണ് നമ്മളെന്താ ദൈവത്തെ അങ്ങോട്ട് സ്നേഹിക്കുന്നത്. സോ ഇത് എല്ലാവരുടെ മൈൻഡിലിരിക്കട്ടെ. നമ്മളൊരു കൺക്ലൂഷനിലോട്ട് വരാം. കൺക്ലൂഷനിലോട്ട് വരുമ്പോൾ ഞാൻ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സോ കെയർഫുള്ളായിട്ട് കേൾക്കുക. ഓക്കെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ലവിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്? സ്നേഹം എന്ന് പറയുന്നത് എന്താ? സ്നേഹം എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇത്രയും പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്? 1 John 3:14 പറയുന്നു, എനിവൺ ഹൂ ഡസ് നോട്ട് ലവ് റിമൈൻസ് ഇൻ ഡെത്ത്. അതായത് എന്താ? സ്നേഹിക്കാത്തവൻ മരണത്തിലാണ് തുടരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ അക്സെപ്റ്റ് ചെയ്തില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. എന്താ? ദൈവം എന്താ? ഗോഡ് ഈസ് ലവ്. എന്താ പറയുന്നത്? 1 John 4:16 പറയുന്നത് എന്താ? ഗോഡ് ഈസ് ലവ്, ഹൂസെവർ ലിവ്സ് ഇൻ ലവ് ലിവ്സ് ഇൻ ഗോഡ് ആൻഡ് ഗോഡ് ഇൻ ദം. എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹമില്ല എങ്കിൽ ആബ്സെൻസ് ഓഫ് ഗോഡ് എന്നാണ് എൻ്റെ അർത്ഥം. സോ അതെന്താ? ദൈവം ഇല്ലെങ്കിൽ ദൈവമാണ് ജീവൻ. ദൈവം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഡെത്തിൻ്റെ അവസ്ഥയാണ്. ആ ഡെത്ത്, മരണത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ ഇറ്റ്സ് ആൻ ഇനാക്റ്റീവ്. ഒരു ബോഡി ഡെത്തായി എന്ന് പറയുമ്പോൾ അതിനെക്കൊണ്ട് ഒരു പ്രയോജനമില്ല. അത് ഡെത്തായിട്ട് കിടക്കുക. അത് ഇനാക്റ്റീവ് സ്റ്റേജിലാണ് കിടക്കുന്നത്. അത് ആ ബോഡിയിലുള്ള ആ ബോഡിക്ക് കൊണ്ട് പ്രയോജനമില്ല, മറ്റുള്ളവർക്കും അതിനെ കൊണ്ട് പ്രയോജനമില്ല, ഒന്നിനും ഒരു പ്രയോജനമില്ലാത്ത അവസ്ഥ. സ്നേഹം ഒരു വ്യക്തിയിലില്ല എങ്കിൽ ഒരു ഡെത്തിൻ്റെ അവസ്ഥയാണ് ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, നമ്മളിനി ചിന്തിക്കണം, ദൈവം വചനത്തിൽ കൂടെ ആരെയൊക്കെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 1 John 4:21 പറയുന്നു, എനിവൺ ഹൂ ലവ്സ് ഗോഡ് മസ്റ്റ് ആൾസോ ലവ് ദെയർ ബ്രദർ ആൻഡ് സിസ്റ്റർ. എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ ഫസ്റ്റ് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി തൻ്റെ സഹോദരനെയും സഹോദരിയെയും സ്നേഹിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ 3 പേരെ പറയുന്നുണ്ട്. ഫസ്റ്റ് വി ഷുഡ് ലവ് ഗോഡ്, ദെൻ വി ഷുഡ് ലവ് അവർ ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സ്. അതായത് ദൈവത്തെ സ്നേഹിക്കുക, നമ്മുടെ സഹോദരങ്ങളെ അതായത് ഇത് മെൻ ഓർ വുമൺ നമ്മളവിടെ സ്നേഹിക്കുക. അത് ദൈവം വചനത്തിലൂടെ പറയുന്നു. ദെൻ നെക്സ്റ്റ് ദൈവം വേറെ ആരെയാണ് സ്നേഹിക്കാൻ പറഞ്ഞിരിക്കുന്നത്? Ephesians 5:25 പറയുന്നു, ഹസ്ബൻഡ് ലവ് യുവർ വൈഫ്. അതായത് ഹസ്ബൻഡിനോട് പറയുവാണ് നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുക. അതായത് എന്താ? സ്പെസിഫൈ. അതായത് മാരേജ് ലൈഫിലോട്ട് കടന്നവരടുത്ത് പറയുവാണ്. അല്ലാതെ നമ്മളിപ്പോൾ കാണുന്ന എല്ലാവരെയും സ്നേഹിക്കാനല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻസിനോട് കാണുന്ന എല്ലാ സ്ത്രീകളെയും സ്നേഹിക്കാമെന്നല്ല. either വൈസ് നമുക്ക് സ്ത്രീകളുടെ രംഗത്തും പറയാം, കാണുന്ന എല്ലാവരെയും സ്നേഹിക്കുകയെന്നല്ല. അത് ദൈവം ആ ഒരു ടൈമിൽ കൊടുത്ത ആ വ്യക്തിയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ആ ദൈവത്തിൻ്റെ കീഴിലിരിക്കുന്ന കാര്യം. അതായത് അതൊരു നിയമത്തിൻ്റെ, നമുക്കിന്ന് ഈ ലോകത്ത് നിയമം ഉള്ളതുപോലെ ക്രിസ്തുവിൻ്റെ ഒരു നിയമമാണ്. എന്താണ്? ഹസ്ബൻഡ് വൈഫായിട്ട് മാരീഡ് കഴിയുന്ന, അതായത് അതിലുള്ള ആ വ്യക്തിത്വങ്ങളെ സ്നേഹിക്കുക. അതാണ് ക്രിസ്തു നമുക്ക് തരുന്നത്. അവരെ സ്നേഹിക്കുക, അല്ലാതെ കാണുന്ന എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളതല്ല. ഓക്കെ, നെക്സ്റ്റ് ദൈവം ആരെ സ്നേഹിക്കാനാണ് പറയുന്നത്? മാത്യു 19:19 പറയുന്നു, ലവ് യുവർ നെയ്ബർ ആസ് യുവർ സെൽഫ്. അതായത് നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ അയൽക്കാരനെയും സ്നേഹിക്കുക. അതായത് അയൽക്കാരനെ മീൻസ് നിങ്ങളോട് അടുത്ത് നിൽക്കുന്നവരോട് സ്നേഹിക്കുക. അടുത്ത് നിൽക്കുന്നവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പം, അതെങ്ങനെയായാലും മാനസിക അടുപ്പമായാലും നമ്മുടെ ഫിസിക്കൽ ഉള്ളത്തിലായാലും നിങ്ങളോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ സ്നേഹിക്കുക. ജസ്റ്റ് അടുത്ത് വേറെ എന്ത് പറയുന്നു? മാത്യു 5:44 പറയുന്നു, ലവ് യുവർ എനിമീസ്. നിങ്ങളെ എനിമീസിനെ സ്നേഹിക്കുക. എനിമീസ് എന്ന് പറയുമ്പോൾ എന്താ? നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവരല്ല, തിന്മ ചെയ്യുന്നവരാണ്. അവരെ സ്നേഹിക്കാനാണ് പറയുന്നത്. സോ നമുക്കതിൻ്റെ വേദഭാഗം ഒന്ന് നോക്കാം. എന്താ നമ്മൾ എക്സാമ്പിൾ റോമൻസ് 12:9-20 പറയുന്നുണ്ട്. നമ്മൾ കുറച്ച് കാറ്റഗറീസ് പറയുന്നുണ്ട്. അത് നമ്മൾ മറ്റുള്ളവരോട് കാണിക്കേണ്ട കുറച്ച് കാറ്റഗറീസാണ് പറയുന്നത്. അതെങ്ങനെയാണ് എന്നുള്ള കാര്യം, അതായത് അതിലൊരു കാറ്റഗറിയാണ് എനിമീസിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എനിമീസിനോട് സ്നേഹം നമ്മൾ എങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു എന്ന് യേശുപ്പച്ച അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാം. എനിമിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഫുഡ് കൊടുക്കാനും വെള്ളം കൊടുക്കാനും ഒക്കെ യേശുപ്പച്ച പറയുന്നുണ്ട്. ഓക്കെ, നമുക്കത് വേറൊരു പാർട്ടായിട്ട് നമുക്ക് ചിന്തിക്കാം. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ആരൊക്കെയാണ്? ദൈവത്തെ സ്നേഹിക്കണം, പിന്നെ ആരെയൊക്കെ സ്നേഹിക്കണം? ബ്രദേഴ്സും സിസ്റ്റേഴ്സിനെ സ്നേഹിക്കണം, ഹസ്ബൻഡ് വൈഫിനെ സ്നേഹിക്കണം, പിന്നെ വേറെന്തോ പറഞ്ഞു, നമ്മൾ എനിമീസിനെ സ്നേഹിക്കണം. ഇനി ഒരു കാര്യം കൂടെ ദൈവം സ്നേഹിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ടൈറ്റസ് 2:4 പറയുന്നു, ലവ് യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുക.
ഓക്കെ, നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുക, അതും കൂടെ ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ലവ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡെമോൺസ്ട്രേഷൻ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ സ്നേഹിക്കുക 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 എന്ന് നമ്മൾ പറഞ്ഞു. ആ ലവ് എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് സ്നേഹം, എങ്ങനെയാണ് അവരിലോട്ട് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. അതായത് ദൈവത്തോടുള്ള സ്നേഹം നമുക്ക് എങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കഴിയും, വൈഫിനോടുള്ള സ്നേഹം എങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കഴിയും, എനിമീസിനോടുള്ള സ്നേഹം എങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കഴിയും, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിൻ്റെ കൂടെയുള്ള സ്നേഹം എങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കഴിയും, പിന്നെ ചിൽഡ്രൻസിനോട് കൂടെയുള്ള സ്നേഹം എങ്ങനെ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കഴിയും എന്നതാണ് നമ്മൾ അടുത്ത് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം, ഒരു വ്യക്തിക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ സാധിക്കും, നമുക്ക് ചെക്ക് ചെയ്യാം. എങ്ങനെയാണ്? റോമൻസ് 8:35-38-39 ജസ്റ്റ് നമുക്കതൊന്ന് റീഡ് ചെയ്യുവാണെങ്കിൽ, ഞാൻ എൻ്റെ ഫുൾ ബൈബിൾ വേർഡ്സ് വായിക്കുന്നില്ല, ഇത് ഒത്തിരി ലെങ്തായി പോകും, എല്ലാ ബൈബിൾ വേർഡ്സ് വായിക്കും, നിങ്ങൾക്ക് റെഫർ ചെയ്യാം. റോമൻസ് 8:35-38-39 അതിൽ 35 പറയുന്നു, ഹൂ ഷാൽ സെപ്പറേറ്റ് അസ് ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർതിരിക്കാൻ കഴിയുന്നത് ആർക്ക് എന്ന് പറഞ്ഞിട്ട് താഴോട്ട് പറയുന്നു. ട്രബിൾ, ഹാർഡ്ഷിപ്പ്, പെർസിക്യൂഷൻ, ഫാമിൻ, നേക്കഡ്നെസ്, ഡേഞ്ചർ ഓർ സ്വോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൽ നിന്ന് ഈ കാര്യങ്ങളിൽ നിന്ന് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നാലും ഈ ട്രബിളിൽ നിന്നോ ഹാർഡ്ഷിപ്പിൽ നിന്നോ പെർസിക്യൂഷനിൽ നിന്നോ ഫാമിൽ നിന്നോ നേക്കഡ്നെസ്സിൽ നിന്നോ ഡേഞ്ചറിൽ നിന്നോ സ്വോർഡിൽ നിന്നോ ഒക്കെ നമുക്ക് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ഇത് കാരണം ഞാനിൽ നിന്ന് അകലത്തില്ല, ദൈവത്തിൽ നിന്ന് അകലത്തില്ല എന്ന് പറയുന്നതിന് കാരണം എന്താ? ഞാൻ ദൈവത്തോട് കൂടെ ആയിരിക്കും, ഞാൻ ദൈവത്തെ സ്നേഹിക്കും എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ യേശപ്പച്ചനും ഞാനും കൂടി ഇങ്ങനെ നടന്നു പോവാം. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ എന്നെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ട്രബിൾസ് അറിയാലോ, നമ്മൾ പറഞ്ഞ ഇതെല്ലാ കാര്യങ്ങളും നമ്മളെല്ലാം ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വരിക. ഇതെല്ലാം നമ്മൾ വരുമ്പോൾ ഞാൻ ഈ പ്രതികൂലം കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടിട്ട് എൻ്റെ യേശപ്പച്ചനെ നീക്കി എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അങ്ങ് അകന്ന് പോകത്തില്ല. ഞാൻ യേശുപ്പച്ചനായിട്ട് പറ്റിച്ചേരും എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും നേരം ദൈവത്തോടുണ്ടായിരുന്ന ആ ഡിസ്റ്റൻസ് അങ്ങനെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ് കൂടത്തില്ല. ഞാൻ ആ ഡിസ്റ്റൻസ് ദൈവത്തോടുള്ള ആ പറ്റിച്ചേരൽ തന്നെ ആയിരിക്കും ഞാൻ. ഇതൊക്കെ വരുന്നത് കൊണ്ട് എൻ്റെ ദൈവം എന്നെ കെയർ ചെയ്യുന്നില്ല എന്നോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വന്നാലും എൻ്റെ അടുത്ത് ആരുണ്ട്? എൻ്റെ ദൈവമുണ്ട്. അത് അപ്പോൾ തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിടുക. പക്ഷെ ആ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചിന്തിക്കണം? എൻ്റെ അടുത്ത് ദൈവമുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഇതൊന്നും എൻ്റെ ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റുവാൻ നിനക്ക് പ്രാപ്തിയൊന്നും ഇല്ല, കാരണം നീയല്ല വലുത്, എൻ്റെ അടുത്ത് നിൽക്കുന്ന എൻ്റെ ദൈവമാണ് വലുത് എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത് 38 എന്ന് പറയുന്നു, നൈദർ ഡെത്ത് നോർ ലൈഫ്, നൈദർ ഏഞ്ചൽസ് ഓർ ഡെമൻസ്, നൈദർ ദ പ്രസൻറ്റ് നോർ ദ ഫ്യൂച്ചർ. അതായത് പ്രസൻറ്റോ ഫ്യൂച്ചറോ നോർ എനി പവേഴ്സ്, ഏത് പവേഴ്സ് ആയാലും, നൈദർ ഹൈറ്റ് നോർ ഡെപ്ത്, ഏത് ഹൈറ്റ് ആയാലും ഏത് ഡെപ്ത് ആയാലും ഉയർച്ചയായാലും താഴ്ചയായാലും, nor anything else in all creation will be able to separate us from the love of God that is in Christ Jesus our Lord. എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും നമ്മളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു ഹൈറ്റും ഡെപ്തും ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുക. ഹൈറ്റ് നമ്മളെ ജീവിതത്തിൽ അങ്ങനെ ഒരു കൺസിഡർ ചെയ്യാം. ഉയർച്ച വന്നാലോ താഴ്ച വന്നാലോ എന്ത് വന്നാലും, കഷ്ടം വന്നാലും നന്മ വന്നാലും, ഞാൻ കരയേണ്ട സാഹചര്യം ഉണ്ടായാലും ഞാൻ ചിരിക്കേണ്ട സാഹചര്യം ഉണ്ടായാലും, എൻ്റെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. ദിസ് ഈസ് ദ ഡെമോൺസ്ട്രേഷൻ. ദൈവത്തോടുള്ള, അതായത് ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ വരുമ്പോൾ, ഒരു പോസിറ്റീവ് സിറ്റുവേഷൻ വരുമ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന ലവിൻ്റെ ഡെമോൺസ്ട്രേഷനാണ് ഇത്. എന്താ? നമ്മുടെ ഡിസിഷൻ പവർ, നമ്മൾ ഡിസിഷൻ എടുക്കുന്നതാണ് ആ ഡെമോൺസ്ട്രേഷൻ. എന്ന് വെച്ചാൽ നമുക്ക് നന്മ വന്നാൽ നമ്മൾ നന്മയിൽ ആശ്രയിക്കത്തില്ല, തിന്മ വന്നാൽ തിന്മയിൽ ആശ്രയിക്കത്തില്ല. പക്ഷെ ആശ്രയിക്കേണ്ടത് ആരിലായിരിക്കും? ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കും, ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കും. ദിസ് ഈസ് ദ ഡെമോൺസ്ട്രേഷൻ. അതായത് ഇതാണ് ദൈവത്തോടുള്ള, ഗോഡിനോടുള്ള ലവിൻ്റെ ഡെമോൺസ്ട്രേഷൻ. നമ്മൾ ആദ്യമേ പറഞ്ഞു, ലവ് ഈസ് എ ഡെമോൺസ്ട്രേഷൻ. ലവ് എന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ലവ് എനിക്കെടുത്ത് പുറത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അത് എൻ്റെ പ്രവൃത്തിയിൽ കൂടെ, ഡെമോൺസ്ട്രേഷനിൽ കൂടെ മാത്രമേ എനിക്ക് ആ സ്നേഹത്തെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണോ പുറത്ത് വരുന്നത് അതാണ് ഡെമോൺസ്ട്രേഷനാണ് പുറത്ത് വരുന്നത്. ദാറ്റ്സ് ദ ലവ്. അതാണ് ലവ്.
ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, നമ്മളെന്താ അടുത്ത് ചിന്തിക്കാൻ പോകുന്നത്, നമ്മൾ ആദ്യം ഗോഡിനോടുള്ള ലവിൻ്റെ ഡെമോൺസ്ട്രേഷൻ പറഞ്ഞു. അടുത്ത് നമ്മൾ എങ്ങനെയാണ് ലവ്, എങ്ങനെയാണ് അടുത്ത ലവ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് പറഞ്ഞു. ഓക്കെ, നമുക്ക് ഈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിനെയും എനിമിയെയും നമുക്ക് ഒറ്റ കാറ്റഗറിയിൽ തിരിച്ച് നമുക്ക് ഏറ്റവും ലാസ്റ്റ് പറയാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, നമുക്കിപ്പം ചിൽഡ്രൻസ്, ഹസ്ബൻഡ് വൈഫ് ചിൽഡ്രൻസ് അങ്ങനെയുള്ള റിലേഷൻഷിപ്പിലോട്ടുള്ള ലവിന് എങ്ങനെയാണ് അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ എന്ന് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഹസ്ബൻഡ്, വൈഫ്, കുഞ്ഞുങ്ങൾ, പാരൻസ് ഇങ്ങനെ എല്ലാവരും കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് ഒരു കാറ്റഗറിയിലാക്കിയിട്ട് നമുക്ക് അവരോടുള്ള സ്നേഹത്തിൻ്റെ ഡെമോൺസ്ട്രേഷൻ എങ്ങനെയാണ് നോക്കാം. ഫസ്റ്റ് നമ്മൾ വചനത്തിൽ പറഞ്ഞല്ലോ, എന്താ എഫേഷ്യൻസ് 5:25, ഹസ്ബൻഡ് ലവ് യുവർ വൈഫ്സ്, നിങ്ങളുടെ വൈഫിനെ സ്നേഹിക്കുക. ഇതിൻ്റെ ഈ കേസിൽ തന്നെ വൈഫ്സിനോട് പറയുന്ന ഹസ്ബൻഡിനെ ഹോണർ ചെയ്യുക എന്നുള്ളതാണ്. 2 ഡ്യൂട്ടി ദൈവം അവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഹസ്ബൻഡ് ഡ്യൂട്ടി വൈഫിനെ സ്നേഹിക്കുക, വൈഫിൻ്റെ ഡ്യൂട്ടി എന്താ ഹസ്ബൻഡിനെ ഓണർ ചെയ്യുക. അത് പരസ്പരം ചെയ്യേണ്ട കാര്യമാണ്. അത് ദൈവം ഇൻസ്ട്രക്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഹസ്ബൻഡ് വൈഫിനെ സ്നേഹിക്കാൻ പറയുന്നത് എന്താ, ആൾവേസ് ട്രസ്റ്റ്, എപ്പോഴും എന്ത് ചെയ്യുക, വിശ്വസിക്കുക, ട്രസ്റ്റ് ചെയ്യുക. ദെൻ ആൾവേസ് ഹോപ്സ്, എന്നാലും പ്രതീക്ഷിക്കുക. എന്താ പ്രതീക്ഷിക്കുക എന്ന് പറയുമ്പോൾ എന്താ, ഇറ്റ് വിൽ ബി ഗുഡ്, ഗുഡായിരിക്കാം. ചിലപ്പോൾ എന്താ ഇൻസ്റ്റബിലിറ്റി പോലുള്ള പല കാര്യങ്ങളുണ്ടായിരിക്കാം, പക്ഷെ ഹോപ്പ് ചെയ്യാം, ഇറ്റ്സ് വിൽ പോസിബിൾ, മുന്നോട്ട് പോവാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അവിടെ ഹോപ്സ് എന്ന് പറയുമ്പോൾ തരാൻ ഹോപ്പ്ലെസ് സിറ്റുവേഷൻസ് അവിടെ ഉണ്ടായിരിക്കാം ആ റിലേഷൻഷിപ്പിൽ. ഞാനങ്ങനെ കരുതുന്നു, അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ അതിനെ കൂടി ഡീപ്പായിട്ട് പറയാത്തതിന് കാര്യം നമുക്ക് അതിനെ പറ്റിയൊക്കെ ഡീപ്പായിട്ട് പറയാം, അതൊക്കെ വേറൊരു സബ്ജക്റ്റായിട്ട് ഒത്തിരി അങ്ങ് പോകും. നമ്മൾ ലവിനെ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ലവ് എന്ന് പറഞ്ഞാൽ എന്താ, ലവ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ലവ് യുവർ വൈസ്, ആൾവേസ് ട്രസ്റ്റ്, ആൾവേസ് ഹോപ്പ്, അതെല്ലാം അതിൻ്റെ കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എന്താ, ട്രസ്റ്റ് ചെയ്യുക, അതൊരു ഡെമോൺസ്ട്രേഷനാണ്. പ്രതീക്ഷിക്കുക, അതൊക്കെ ഒരു ഡെമോൺസ്ട്രേഷനാണ്. ട്രസ്റ്റ് ചെയ്യാതിരുന്ന ആ റിലേഷനിൽ എന്തെങ്കിലും വില ഉണ്ടാവുമോ? ഒരിക്കലും ഇല്ല. ട്രസ്റ്റ് ചെയ്യുക. ഇപ്പം ആക്ച്വലി ദൈവം എന്താ പറയുന്നത്, ആക്ച്വലി അക്കോർഡിംഗ് ടു ദ ബൈബിൾ എന്ന് പറയുമ്പോൾ ഹസ്ബൻഡിന് വൈഫിനെ കൊടുക്കുന്നത് ആരാണ്, യേശുക്രിസ്തു ആണ്. അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള, അതായത് ആദാം ഈവിനെ നോക്കുമ്പോൾ തന്നെ ഒരു ഹെൽപ്പറെയാണ് ദൈവം കൊടുക്കുന്നത്. ഹെൽപ്പർ എന്ന് പറയുമ്പോൾ എന്താണ്, ആക്ച്വലി ഈസ് ഹെൽപ്പർ എന്ന് പറയുമ്പോൾ സഹായി എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി, ഇപ്പോൾ പഠിക്കാനായിട്ട് പോയി, അത് അവിടെ ടീച്ചേഴ്സ് ആരാണ്, നമ്മുടെ സഹായിയാണ്. നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യം അവരിലുണ്ട്, നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യം നമ്മളെ ടീച്ച് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യുക, അതാണ് പാർട്ട്നേഴ്സ് തമ്മിലുള്ള ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. എനിക്ക് അതിനോട് ആദാമിൻ്റെ വാരിയിൽ നിന്ന് ആദാമിൻ്റെ ഒരു വാരിയിലെടുത്താണ് ആരെ സൃഷ്ടിച്ചത്, ഹവ്വയെ സൃഷ്ടിച്ചത്. ഓക്കെ, ഫുൾ സെറ്റപ്പോടെ എല്ലാം എടുത്തിട്ടല്ല സെറ്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ അതിലൊരു സാമ്യത ഉണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ തന്നെ. പക്ഷേ ദൈവം സൃഷ്ടിയാണത്, രണ്ടുപേരും സെപ്പറേറ്റ് സൃഷ്ടിയാണ്, പക്ഷെ രണ്ടുപേരും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഹെൽപ്പർ എന്ന് പറയുമ്പോൾ ആക്ച്വലി രണ്ടുപേരും ഈക്വൽ സെയിം ആയിരിക്കണമെന്നില്ല. അവരുടെ ആറ്റിറ്റ്യൂഡ്സ് ചിലപ്പോൾ വ്യത്യാസമായിരിക്കാം, അവരുടെ ആ പോയിന്റ് ഓഫ് വ്യൂ വ്യത്യാസമായിരിക്കാം, ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, ക്വാളിറ്റീസ് ഇതൊക്കെ വ്യത്യാസമായിരിക്കാം. പക്ഷെ അത് ദൈവം വാരിയിലായതുകൊണ്ട് എന്താണ്, അത് സ്യൂട്ടാണ്. ആ ദൈവം സൃഷ്ടിച്ചതായതുകൊണ്ട് ആ ഒരു കണക്ഷൻ അവിടെ ദൈവത്തിൻ്റെ സൃഷ്ടി കിടപ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഒരു കണക്ഷൻ, വാരിയിൽ ഇതെൻ്റെ അസ്ഥിയും മാംസത്തിൽ മാംസവും എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്, ആദാം ഈവിനെക്കുറിച്ച് അവിടെ പറയുന്നത്. ദൈവം ഈവിനെ കൊണ്ട് ഫ്രണ്ടിൽ നിർത്തുമ്പോൾ പറയുന്നത് ഇതിൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണക്ഷൻ, അതായത് ദൈവത്തിൻ്റെ ക്രിയേഷൻ്റെ ഒരു കണക്ഷൻ അവിടെ കിടപ്പുണ്ട്. സോ അത് ദൈവത്തിൻ്റെ ക്രിയേഷനാണ് സക്സസ്. അല്ലാതെ നമ്മൾ ഹ്യൂമൻ ബീങ്സിനെ നോക്കുമ്പോൾ അയ്യോ ഞാൻ ആഗ്രഹിക്കുന്ന ക്വാളിറ്റി ആ വ്യക്തിയിൽ വേണം, ഇങ്ങനെ ആയിരുന്നാലേ അത് ബെസ്റ്റ് ആയിരിക്കത്തുള്ളൂ, അതായിരുന്നാലേ ഈ ബെസ്റ്റ് ആയിരിക്കത്തുള്ളൂ. എനിക്ക് എൻ്റെ ഭാഗത്ത് ഞാൻ പറയുമോ അതങ്ങനെ ആയിരിക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം സ്പിരിച്വാലിറ്റിയൊക്കെ കാണും, പക്ഷേ ഹെൽപ്പർ എന്ന് പറയുമ്പോൾ നമുക്കില്ലാത്തത് എന്തോ അവർക്കില്ലാത്തത് നമുക്കുണ്ട്. സോ അവർ രണ്ടുപേരും ജോയിൻ്റ് ആവുമ്പോഴാണ് ഇല്ലാത്ത ഒരു ഇപ്പോൾ ഒരു കിണറിൽ എങ്ങനെയാണ് കുറച്ച് പകുതി വെള്ളമുണ്ട്, പകുതി വെള്ളം ഇല്ല. അപ്പോൾ ആ മറ്റു വ്യക്തിയിൽ ആ പകുതി വെള്ളമായിരിക്കും കാണുന്നത്, അത് രണ്ടും കൂടെ ചേരുമ്പോഴായിരിക്കും അത് ഫുൾ ഇതാവുന്നത്.
ഇപ്പം നമ്മളിങ്ങനെ ചിന്തിക്കുക, എൻ്റെ ഉള്ളിൽ എനിക്കിപ്പം നന്നായിട്ട് പാടാനുള്ള കഴിവുണ്ട്. ഞാൻ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, എനിക്കിപ്പം നന്നായിട്ട് പാടാനുള്ള കഴിവുണ്ട്. അപ്പം എനിക്ക് മിനിസ്ട്രി ചെയ്യണം, എനിക്ക് വർഷിപ്പ് മിനിസ്ട്രി ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പം എൻ്റെ കൂടെ എൻ്റെ ലൈഫ് പാർട്ണറായിട്ട് വരുന്ന ആൾ എന്താ പാടുന്ന വ്യക്തി ആയിരിക്കാം, ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പക്ഷേ എനിക്ക് പാടണമെങ്കിൽ എന്തൊക്കെ സംവിധാനങ്ങൾ ആവശ്യമാണ്, എന്താ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ആവശ്യമാണ്, അതിൻ്റെ പല കാര്യങ്ങൾ ആവശ്യമാണ്. സോ അതൊക്കെ ഉള്ള ഒരു വ്യക്തി എൻ്റെ കൂടെ വന്നാൽ എനിക്കതെന്താണ് ബെനിഫിറ്റാണ്. എന്നെ പോലെ പാടുന്ന, ഞാൻ ഓൾറെഡി പാടുന്നുണ്ടല്ലോ, എനിക്ക് ഹെൽപ്പ് എന്തായിരിക്കും, എനിക്ക് എന്ത് ഹെൽപ്പായിരിക്കും ആ വ്യക്തിയിൽ നിന്ന് കിട്ടുക? ഇല്ലല്ലോ. എനിക്കില്ലാത്ത ഒരു സംഭവം അവിടെ ഉണ്ടായിരിക്കണം. അതാണ് എനിക്ക് യേശപ്പച്ചനിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ ഇന്ന് ചർച്ചിൽ നിന്ന് തിരിച്ച് വരുന്ന ടൈമിൽ എൻ്റെ യേശപ്പച്ചൻ എനിക്ക് കുറച്ച് മെസ്സേജസ് തന്നെ. അതിലെ ഒരു ചെറിയൊരു പാർട്ടാണ് ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ ആദാം ആൻഡ് ഈവ് എന്നുള്ളത് ഞാൻ കണക്ട് ചെയ്ത് പറയുന്നത്. അത് വേറൊരു പാർട്ട് മെസ്സേജാണ്, അത് വേറൊരു രീതിയിൽ എടുക്കേണ്ട മെസ്സേജാണ്. ഇതിപ്പോൾ എനിക്ക് ഞാൻ യേശപ്പച്ചനായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇത് നേരത്തെ എനിക്ക് ദൈവം തന്ന ഒരു ഹെഡിങ് ആണ്. അത് ഞാൻ കുറച്ച് നോക്കി, അടുത്ത് വീണ്ടും ഞാൻ നോക്കി, അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇനി യേശപ്പച്ചൻ കൂടുതൽ തരുവാണെങ്കിൽ അത് ഞാൻ പറയും, റിപ്പീറ്റ് ചെയ്ത് ഞാൻ വീണ്ടും ഇടും, മെസ്സേജായിട്ട് ഇടും. ഓക്കെ, അങ്ങനെ എന്താ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് എന്താ? ഓക്കെ, ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ആ ഒരു ഹെൽപ്പറായിട്ടാണ് ദൈവം ആരെ കൊടുത്തത്? വൈഫിനെ കൊടുത്തത്. സോ നമ്മളെ ഉള്ള ക്യാരക്ടേഴ്സ് ഫുള്ളും അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ആഗ്രഹിക്കുന്ന നമ്മളിലുള്ള ക്വാളിറ്റി ഫുള്ളും ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കണം, എന്ത് യൂസാ? ദൈവം ആരെയും ഫുൾ പെർഫെക്റ്റ് ആയിട്ട് ഈ ലോകത്ത് ആരും ഇല്ല എന്ന് പറയുന്നുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തി ആരാണ്? ക്രിസ്തു മാത്രമാണ്. സോ ഇംപെർഫെക്ഷൻ ഉള്ള പാർട്ട് പെർഫെക്ഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കോളിങ്സിൽ, അതായത് രണ്ടുപേരും ചേരുമ്പോൾ ദൈവത്തിനൊരു കോളിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പേഴ്സണലായിട്ടുള്ള ഓരോ വ്യക്തികൾക്ക് തന്നെ അവർ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഉണ്ട്, ജോയിൻ്റ് ആകുമ്പോൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഉണ്ട്, അതെല്ലാം ഉണ്ട്. അതിനൊരു ഹെൽപ്പറാണ്, അല്ലാതെ ഫുൾ പെർഫെക്ഷൻ ഒന്നല്ല. നമ്മൾ അങ്ങനെ ആഗ്രഹിച്ച് പോയി കഴിഞ്ഞാൽ നമ്മളായിരിക്കും ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് പോകുന്നത്. ആ ദൈവത്തിൻ്റെ ക്രിയേഷൻ, ആ കണക്ഷൻ വേണം, അത് വേണം, എങ്കിലേ ആ ഡ്യൂട്ടി, ദൈവം ഉദ്ദേശിക്കുന്ന ഡ്യൂട്ടി ചെയ്യാവൂ. എൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിൻ്റെ അളവിൻ്റെ കുറവ് ആർക്കറിയാം? എൻ്റെ കർത്താവിനെ അറിയാം. അതെങ്ങനെ ഫില്ല് ചെയ്യണമെന്ന് ആർക്കറിയാം? എൻ്റെ കർത്താവിനറിയാം. അതുപോലെയാണ് ദൈവം ചെയ്യുന്നത്. അത് നമ്മളെന്ന് മൈൻഡിൽ എപ്പോഴും ഓർത്ത് വെച്ചിരിക്കും. ഇറ്റ്സ് എ ഹെൽപ്പർ. യുവർ ലൈഫ് പാർട്ണർ ഈസ് എ ഹെൽപ്പർ. അതായത് ഇപ്പം ആദാമിനാണ് ദൈവം വൈഫിനെ കൊടുത്ത് ഹെൽപ്പറാന്ന് പറഞ്ഞത്. തിരിച്ചു അങ്ങനെ തന്നെയാണ്, വൈസ് വേഴ്സാണ്, ഹെൽപ്പറാണ്. എന്നാൽ പരസ്പരം സഹായിക്കുക, ക്രിസ്തുവിൽ വളരാൻ സഹായിക്കുക, മുന്നോട്ട് പോവാം. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ എന്ത് പറയാനാ ഞാൻ പറയാം, ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഡിസിഷൻ പവർ കുറവായിരിക്കും, മറ്റൊരു വ്യക്തിക്ക് ഡിസിഷൻ പവർ കൂടുതൽ കാണും. ഡിസിഷൻ പവറുള്ള വ്യക്തിയും കൂടെ ഒന്നിച്ച് വന്ന് അവിടെ ക്ലേശാവത്തില്ലയോ? ഞാൻ പറയണത് ശരി. രണ്ടുപേരും ഞാനിത് പറയുന്നത് അർത്ഥത്തിലെടുത്ത് ഇറ്റ്സ് എ കോമഡി ആയിട്ട് പറയുക. ഓക്കെ, അങ്ങനത്തെ ഒരിത് ഹെൽപ്പർ നമ്മളിങ്ങനെ ചിന്തിച്ചാൽ ഇറ്റ്സ് എ ഹെൽപ്പർ എന്ന് പറയുമ്പോൾ എനിക്ക് കഴിയാത്ത കാര്യം ആ വ്യക്തി ചെയ്തു തരണം എനിക്ക്. അപ്പം എന്നിലില്ലാത്ത ക്വാളിറ്റി ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രം അതൊരു ഹെൽപ്പർ ആയിരിക്കത്തുള്ളൂ. ആക്ച്വലി എന്നെ പോലെ ചിന്തിക്കണം, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വരണം, എൻ്റെ ക്വാളിറ്റിയിൽ വരണം. ഞാൻ ദൈവത്തെ സെർവ് ചെയ്യുമ്പോൾ ആ വ്യക്തി സെർവ് ചെയ്യണം. അതൊക്കെ എൻ്റെ ഉള്ളിൽ ഡിഫറെൻറ്റാണ്. ദൈവം ഒരു വാരിയലിനെ മാത്രമേ എടുത്തിട്ടുള്ളൂ, ആ വ്യക്തിയിൽ നിന്ന് ബാക്കിയെല്ലാം അവിടെ ഫിറ്റ് ചെയ്തിരിക്കുക. സോ അത് കഴിഞ്ഞിട്ട് ദൈവമാണ് ക്രിയേറ്റ് ചെയ്തത്. അത് വേറൊരു വ്യക്തിയാണ്, പക്ഷെ ആ വാരിയലിൻ്റെ കണക്ഷനാണ് അവിടെ കിടക്കുന്നത്. ഓക്കെ, അതാണ് ആ ഒരു പാർട്ട്. അപ്പോൾ നമ്മളെങ്ങനെ ഹസ്ബൻഡും വൈഫും നമ്മളെങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക? ട്രസ്റ്റ് ചെയ്യുക. ഓൾവേസ് ട്രസ്റ്റ് ബോത്ത് ഈച്ച് ഓൺ ഓഫ്. ട്രസ്റ്റ് ചെയ്യാം. ട്രസ്റ്റ് ചെയ്യേണ്ടത് എന്താ ഞാൻ പറയുന്നത്? നമ്മൾ ചുമ്മാ ഒരാളെ സെലക്ട് ചെയ്ത് അങ്ങനെ ലവ് ചെയ്ത് ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല. ഞാൻ ആ കണ്ടീഷനൊന്നുമല്ല പറയുന്നത്. ദൈവം നമ്മളോട് ഇടപെടുന്നത്, നമുക്ക് വേണ്ടിയിട്ട് ദൈവം ഡിസൈഡ് ചെയ്തിരിക്കുന്നത്, അതിനെ ട്രസ്റ്റ് ചെയ്യുക. അൺട്രസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസാണ് പുറമെ നിൽക്കുന്ന എങ്കിലും ട്രസ്റ്റ് ചെയ്യുക. അത് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. ട്രസ്റ്റ് ചെയ്യുക. ദൈവമേലെ കുടിച്ചത് ട്രസ്റ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ദെൻ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ലവിനെ കുറിച്ച്, എന്താണ് ലവ് എന്ന് പറയുന്നത്? 1 Corinthians 13 verse 4, 5, 6, 7, 8 പറയുന്നെന്താ? ഞാൻ ജസ്റ്റ് ഷോർട്ടാക്കി പറയുകയാണ്. ലവ് എന്ന് പറയുന്നത് എന്താ? പേഷ്യൻ്റ് ആണ്. ലവ് എന്ന് പറയുന്നത് കൈൻഡാണ്. ലവ് എന്ന് പറഞ്ഞാൽ ആ ഒരു എൻവിത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ ഞാനിന്ന് എന്നുള്ള ഒരിതില്ല. നോട്ട് ബോസ്റ്റ്, നോട്ട് പ്രൗഡല്ല, നോട്ട് ഡിസ്ഹോണർ, ഹോണർ ചെയ്യാതിരിക്കത്തില്ല. അതിപ്പം നമ്മളിപ്പം തന്നെ
ചിൽഡ്രൻസിൻ്റെ കേസ് എടുത്താലും ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ കേസ് എടുത്താലും നമ്മുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിൻ്റെ കേസ് എടുത്താലും നമ്മൾ എന്തോ നോട്ട് ഡിസ്ഹോണർ എവരി പേഴ്സണെ നമ്മൾ എന്താ റെസ്പെക്റ്റ് ചെയ്യുക. ഒരു ചിൽഡ്രനെ എടുത്താൽ അത് സ്വന്തം മക്കളായിക്കോട്ടെ, അവരൊരു വ്യക്തിത്വമാണ്, ദൈവത്തിൻ്റെ ക്രിയേഷനാണ്, അതിനെ എന്ത് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക. അത് എൻ്റെ ഒരു പാർട്ടായിട്ട് പറയുക. കുഞ്ഞു പിള്ളേരെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, റെസ്പെക്റ്റ് ചെയ്യണം. ഞാൻ ഒരു സമയത്ത് ഞാൻ സൺഡേ ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് ആ സമയത്ത് ആ കുഞ്ഞുങ്ങളിലൊക്കെ ഒന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അവരിലുള്ള ആ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ എൻ്റെ കുഞ്ഞുങ്ങളാണോ ഈ സംസാരിക്കുന്നത്, ഇവരെല്ലാം അത് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, ഞാൻ അത് റിസീവ് ചെയ്തിട്ടുണ്ട്. വി ഷുഡ് റെസ്പെക്ട് ദം. അവരിൽ ആ കുഞ്ഞു പ്രായത്തെ എല്ലാം നോക്കേണ്ട, അവരിലുള്ള ആ വ്യക്തിത്വത്തെ നോക്കേണ്ട. നമ്മൾ എല്ലാവരെയും ഈച്ച് ഓഫ് എവരി വൺ നമ്മൾ എല്ലാവരെയും എന്ത് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക, കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ. നോട്ട് സെൽഫ് സീക്കിങ് എന്ന് പറയുന്നത് എന്താ? ഇത് നമ്മളിപ്പോൾ സെൽഫ് സീക്കിങ് എന്ന് പറയുമ്പോൾ എന്താ? ആക്ച്വലി സെൽഫ് സീക്കിങ് എന്താ? യേശുപ്പച്ച എന്താ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്? നമ്മുടെ സ്നേഹം അങ്ങോട്ട് കിട്ടാതെ ഇങ്ങോട്ട് തരുമായിരുന്നു ദൈവം. എന്നിട്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ ആ ഡെമോൺസ്ട്രേഷൻ കണ്ടിട്ടാണ് നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്തത്, സ്നേഹിച്ചത്. ദൈവം നമ്മൾ സിന്നേഴ്സ് ആയിരുന്നപ്പോഴേ ദൈവം നമ്മളെ സ്നേഹിച്ചു. ആ ഒരു മൈൻഡ് ഓഫ് സെറ്റ് നമുക്ക് വേണം. അതായത് നമുക്ക് ദൈവം തന്നിട്ടുള്ളവരോട്, നമ്മുടെ ചുറ്റുപാടുള്ളവരോട് എല്ലാവരും നമ്മൾ അങ്ങനെ എന്താ സെൽഫ് സീക്കിങ്. എനിക്കെന്ത് കിട്ടും, ഞാൻ നിന്നെ സ്നേഹിച്ച, നീ എന്നെ ഞാൻ സ്നേഹിക്കുന്നതിൻ്റെ അളവിൽ നീ എന്നെ സ്നേഹിക്കൂ. അതൊക്കെ ഒരു സെൽഫ് സീക്കിങ് അല്ലേ? ഞാൻ എന്തുകൊണ്ടെന്ന് പറയുന്നത്, മാത്യു 5:46 പറയുന്നു. മാത്യു 5:46, ഇഫ് യു ലവ് ദോസ് ഹു ലവ് യു, വാട്ട് റിവാർഡ് വിൽ യു ഗെറ്റ്? എന്താ, നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് റിവാർഡ് കിട്ടുമെന്നാണ്. അപ്പം നിങ്ങളെ സ്നേഹിക്കാത്തവരെ സ്നേഹിക്കുക, അപ്പം നിങ്ങൾക്കൊരു റിവാർഡുണ്ട്. എന്താ വചനം പഠിപ്പിക്കുന്നത്? എന്താ, നമ്മൾ സ്നേഹിക്കാത്തവരെ നമ്മൾ സ്നേഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും മറ്റുള്ളവരെ എക്സ്പെക്റ്റ് ചെയ്യാതെ നമ്മളങ്ങ് കൊടുക്കാം. നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. അതെല്ലാം നമുക്ക് എന്ത് കിട്ടുമെന്നുള്ളതൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ കൊടുക്കാം. അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അങ്ങനെ ഒരു വചനമുണ്ട്, ഞാനത് നോട്ട് ചെയ്ത് വെച്ച് കാണില്ല. ഓക്കെ, നമ്മൾ നമുക്ക് ഇങ്ങോട്ട് എന്ത് കിട്ടുമെന്ന് ചിന്തിക്കാതെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുക. അതാണ് യഥാർത്ഥ സ്നേഹം. ദാറ്റ്സ് ആക്ച്വൽ ലവ്. ഓക്കെ, നമ്മളിതൊക്കെ ലവിനെ കുറിച്ച് ഡെമോൺസ്ട്രേഷൻ പറയുന്നതൊക്കെ എന്താണ്, ഇതിൻ്റെ ഒരു ബേസ്മെൻറ്റിലാണ്. നമ്മളൊന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കരുത്, അങ്ങോട്ട് കൊടുക്കുക. കിട്ടിപ്പോയാൽ പോയി. ഓക്കെ, പക്ഷെ ദൈവം റിവാർഡ് തരും. ദാറ്റ്സ് ദ ലവ്. ദിസ് ഈസ് ദ റിയൽ ലവ്. ഓക്കെ, നമ്മളെവിടെയാണ് വന്നത്? കുഞ്ഞുങ്ങളുടെ കാര്യവും ഹസ്ബൻഡ് ആൻഡ് വൈഫ്, മറ്റ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അതിൽ പറഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പറഞ്ഞത്? ലവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നോട്ട് സെൽഫ് സീക്കിങ് ഞാൻ ലാസ്റ്റ് പറഞ്ഞു. പിന്നെ എന്താ? നോട്ട് ഈസിലി ആങ്കേർഡ്. പെട്ടെന്ന് ദേഷ്യം വരത്തില്ല. നമുക്ക് ആരോടത്തെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരുന്നെങ്കിൽ എന്താ, അവിടെ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് കീപ്സ് നോ റെക്കോർഡ് ഓഫ് റോങ്സ്. അതായത് ഒരു തെറ്റ് കാര്യങ്ങളെ നമ്മൾ മൈൻഡിൽ റെക്കോർഡ് ചെയ്യത്തില്ല. മോസ്റ്റ് ഓഫ് പീപ്പിൾ ഇൻക്ലൂഡിങ് മീ, നമുക്ക് സ്നേഹമുള്ളവരൊക്കെ നമ്മളെ എന്താ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്താലും റിജക്റ്റ് ചെയ്താലും ഒക്കെ നമ്മളെ ഉള്ളിൽ എന്തുവാ ആ ഒരു കാര്യമായിരിക്കും ഇങ്ങനെ ഓടി 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 കിടക്കുന്നത്. എന്നാലും എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ മാർക്സ്. ഓക്കെ, അതൊക്കെ നമ്മൾ ഉള്ളിൽ കിടക്കാം. പക്ഷെ ഇങ്ങനെയൊക്കെ കിടക്കുന്നത് എന്തുകൊണ്ടാണ്? അത് യഥാർത്ഥ സ്നേഹമല്ല, അത് നമ്മൾ കറക്റ്റ് ചെയ്യുന്ന പാർട്ടാണ്. അത് നമ്മൾ വചനം പറയുന്ന കീപ്സ് നോ റെക്കോർഡ് ഓഫ് റോങ്സ്. ഒരു റോങ്ങിൻ്റെ റെക്കോർഡില്ല, അത് ഫുൾ ഡിലീറ്റഡ് ആണ്. ആ ഡിലീറ്റഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഫുൾ കംപ്ലീഷൻ ഓഫ് ലവ് അവിടെ വന്നിട്ടില്ല. ദെൻ നോട്ട് ഡിലൈറ്റ് ഇൻ എവിൾ ബട്ട് റിജോയ്സസ് വിത്ത് ട്രൂത്ത്. ട്രൂത്ത് എന്താ? ഞാൻ ഇങ്ങനെ പറയുവാണ്. ട്രൂത്ത് എന്തുവാണ്? ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ പപ്പയാണ്, ഇതെൻ്റെ മകളാണ്, ഇതെൻ്റെ നൈബറാണ്, ഇതെൻ്റെ എന്താ പറയാനാ, ഇതെൻ്റെ സഹോദരനാണ്, ഇതെൻ്റെ സഹോദരിയാണ്, ഇതെൻ്റെ ഹസ്ബൻഡാണ്, ഇതെൻ്റെ വൈഫാണ്. ഇതാണ് സത്യം. പിന്നെ നോട്ട് ഡിലേറ്റ് ഇൻ എവിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാരും പെർഫെക്റ്റ് അല്ല, ഇവരിലുള്ള നെഗറ്റീവ്സ് ഉണ്ട്. ആ എവിളിനെ അല്ല ഞാൻ ഡിലേറ്റ് ചെയ്യുന്നത്, പക്ഷെ ഇത് എൻ്റെതാണ് എന്നുള്ള ആ സത്യത്തിലാണ് ഞാൻ റിജോയ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ പപ്പയാണ്, ഇതെൻ്റെ സഹോദരിയാണ്, ഇതെൻ്റെ സഹോദരനാണ്, ഇതെൻ്റെ ഹസ്ബൻഡാണ്, ഇതെൻ്റെ വൈഫാണ്. ആ ഒരു കണ്ടീഷൻ, ദാറ്റ്സ് ദ ലവ്. അതാണ് ലവ്. അല്ലാതെ അവരിലെന്ത് ക്വാളിറ്റി ഉണ്ടോയെന്ന് നോക്കിയിട്ടോ, അവരിലെന്തൊന്ന് ഡാമേജസ് ഉണ്ടോയെന്ന് നോക്കിയിട്ടോ, അവർ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അല്ല എന്ന് ചിന്തിച്ചിട്ടോ ഉള്ള ഒരു പ്രകടനമല്ല സ്നേഹം എന്ന് പറഞ്ഞാൽ. ഇതൊന്നും ഇല്ല.
ഇതെല്ലാം കംപ്ലീറ്റ്ലി ഇല്ല. ആ കണ്ടീഷനിൽ ആ റിലേഷൻ, ദൈവം തന്ന റിലേഷൻ, ആ റിബിൻ്റെ റിലേഷൻ, അതുപോലെ അച്ഛനും അമ്മയും പപ്പയും അമ്മയും തമ്മിലുള്ള ആ റിലേഷൻ, സഹോദരങ്ങൾ തമ്മിലുള്ള നെയ്ബർ എന്നുള്ള റിലേഷൻ, ക്രിസ്തുവിൻ്റെ ബോഡിയിലുള്ള മെമ്പേഴ്സ് എന്നുള്ള റിലേഷൻ, അതൊക്കെ വച്ചിട്ട് സ്നേഹിക്കുക. ഇതാണ് യഥാർത്ഥ ലവ് എന്ന് പറയുന്നത്. ഒന്ന് കണ്ടുകൊണ്ടല്ല, ഒന്ന് കൊടുക്കുക, ധാരാളമായി കൊടുക്കുക. ക്രിസ്തു നമുക്ക് തന്ന സ്നേഹം ധാരാളമായി മറ്റുള്ളവരിലും കൊടുക്കുക. നമ്മൾ മറ്റുള്ളവരുടെ ഇങ്ങനെ നമ്മൾ ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യാതെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയുന്നെങ്കിൽ മാത്രമേ ദൈവത്തെയും നമ്മൾ സ്നേഹിക്കുന്നു നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ ദൈവത്തിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പലതും നമ്മൾ സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ എന്തോ പറഞ്ഞു, ട്രബിൾസും ഹാർഡ്ഷിപ്പും ഒക്കെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എന്താ നമ്മുടെ എക്സ്പെക്റ്റേഷനൊക്കെ ബിഗ് സീറോ എന്നുള്ള അളവായിരിക്കും. ഒന്നുമില്ല, ഒന്നും കിട്ടത്തില്ല, എൻ്റെ ജീവിതം പോവില്ല, അങ്ങനത്തെ ഒക്കെ പല സാഹചര്യങ്ങളും വരും. ആ സാഹചര്യങ്ങൾ എന്താ, ഞാൻ ക്രിസ്തുവിനെയാണ് സ്നേഹിക്കുന്നത്, എനിക്ക് എൻ്റെ ദൈവത്തെയാണ് വേണ്ടത്. ദൈവത്തിൽ നിന്ന് ഇതിൽ കിട്ടുന്ന ഫേവർ അല്ല, ഞാൻ ഇതിലൊന്ന് ഞാനങ്ങ് ഇതിലൊന്ന് ഡാമേജായി പോയാലും നോ, ഐ വിൽ ലവ് മൈ ലോഡ്. ദാറ്റ്സ് ദ ലവ്, ദാറ്റ്സ് ദ റിയൽ ലവ്. അതുപോലെ ആയിരിക്കണം നമ്മൾ മറ്റുള്ളവർ നമ്മുടെ റിലേഷൻഷിപ്പിലോട്ടുള്ളവരടുത്തും കാണിക്കേണ്ടത്. എനിക്കെന്ത് കിട്ടുമെന്നല്ല, നീ എന്നെ സ്നേഹിക്കും, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ക്വാളിറ്റിയിൽ നടക്ക്, അല്ലെങ്കിൽ ഞാൻ ശുശ്രൂഷിക്കും പോലെയാണ് നീ ശുശ്രൂഷിക്കണം, അങ്ങനെയൊന്നും എനിക്ക് അതിനോടൊന്നും ഒരു യോജിപ്പും ഇല്ല. കാരണം ദൈവം രണ്ടുപേരെയും സെപ്പറേറ്റ് ആയിട്ട് സൃഷ്ടിച്ചിട്ടുള്ളത് ദൈവത്തിൻ്റെ ഒരു കണക്ഷനാണ്, ദൈവം കണക്ട് ചെയ്ത കണക്ഷനാണ്. അത് ഹെൽപ്പേഴ്സാണ്. ഒരാൾക്ക് വേറൊരു രീതിയായിരിക്കും, ഒരാൾക്ക് വേറൊരു രീതി ആയിരിക്കും, ചിലപ്പോൾ ജോയിൻ്റ് കാണും. ഞാനങ്ങനെ ദൈവത്തിൻ്റെ ഡിസിഷനാണ് സകലത് ഓരോ വ്യക്തിത്വങ്ങളെ മെയ്ഡ് ചെയ്തെടുക്കുന്നത്. സോ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ആ റിലേഷനെ സ്നേഹിക്കുക മോർ ദാൻ എനിത്തിങ്. അവരുടെ ഔട്ട്കം, അവരുടെ ക്വാളിറ്റിയോ മറ്റതോ ഒന്നും കണ്ടിട്ടാവരുത് നമ്മൾ സ്നേഹിക്കേണ്ടത്. ആ വ്യക്തിയെ സ്നേഹിക്കുക, ആ റിലേഷനെ സ്നേഹിക്കുക, ദൈവം ആക്കി വച്ചിരിക്കുന്ന ആ റിലേഷനെ സ്നേഹിക്കുക. അത് ദൈവത്തിൻ്റെ ഒരു കാര്യമാണ്, നമ്മളതിനെ സ്നേഹിക്കുക എന്ന് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഗോഡ്ലി ആയിട്ടുള്ള നമ്മളിതിൽ ചിൽഡ്രൻസിനെ പറഞ്ഞല്ലോ, ചിൽഡ്രൻസിന് ഇതേപോലെ തന്നെ നമ്മളവരെ റെസ്പെക്റ്റ് ചെയ്യുക. ഈ ചിൽഡ്രൻസ് ആയാലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയാലും ബാക്കി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് വേറെ കാറ്റഗറിയാണ്, എനിമീസ് എന്ന് പറയുന്നത് വേറെ കാറ്റഗറി. ഇവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ പേഷ്യൻ്റ് ആയിരിക്കണം, അവരോട് കൈൻഡ് ആയിരിക്കണം, അവരോട് ശത്രുത്വം പുലർത്തരുത്, പ്രൗഡായിരിക്കരുത്, അവരെ ഹോണർ ചെയ്യുക. നമ്മുടെ സെൽഫ് സീക്കിംഗ് അല്ല നമ്മളവിടെ നോക്കേണ്ടത്. പെട്ടെന്ന് അവരോട് നമ്മൾ ദേഷ്യപ്പെടാനൊന്നും പാടില്ല. അവർ ചെയ്ത റോങ് തിങ്സുകളെയൊക്കെ നമ്മൾ റെക്കോർഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. ആ വ്യക്തിത്വത്തെ സ്നേഹിക്കുക. അവരിലുള്ള എവിൽസിനെ നമ്മൾ ഡിലൈറ്റ് ചെയ്യാതിരിക്കുക. അതിനെ നമ്മളതിനെ കൺസിഡർ ചെയ്യേണ്ട. നമ്മൾ ആ റിലേഷനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. ദെൻ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആൻഡ് എനിമി. ഓക്കെ, അവരോട് എങ്ങനെയാണ് നമുക്ക് സ്നേഹത്തെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കഴിയുന്നത്? റോമൻസ് 12:9-21 പറയുന്നു, അത് ആക്ച്വലി ലവ് മസ്റ്റ് ബി സിൻസിയർ. അതായത് നമുക്ക് ഈ മേഖലയിൽ, അതായത് നമ്മളെ ചുറ്റുപാട് നിൽക്കുന്ന മേഖലയിൽ, അല്ലെങ്കിൽ എനിമീസിൻ്റെ കേസൊക്കെ വരുമ്പോൾ അവരുമായിട്ട് നമുക്കൊരു ബ്ലഡ് റിലേഷനോ അങ്ങനെ യാതൊരു ഹസ്ബൻഡ് വൈഫ് റിലേഷനോ ചിൽഡ്രൻസിൻ്റെ റിലേഷനോ അങ്ങനത്തെ പാരൻസിൻ്റെ റിലേഷനോ അതൊക്കെ ഒരു റിലേഷനാണ്. ഈ റിലേഷൻ ക്രിസ്തുവിൽ കൂടിയുള്ള റിലേഷനാണ് ഈ സിസ്റ്റേഴ്സും ബ്രദേഴ്സും എന്നൊക്കെ പറയുന്നത്. ഡയറക്റ്റ് റിലേഷൻ ഇല്ല. നമ്മളെ റിലേഷനിലെ നമ്മൾ എന്ത് ചെയ്യും, റിലേഷൻ അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളത് ലവൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, ഡെമോൺസ്ട്രേറ്റ്. നമുക്കായിട്ടൊരു റിലേഷനില്ല. ഔട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയസ് ഒക്കെ എടുക്കുമ്പോൾ, ആറ്റംസ് ഒക്കെ എടുക്കുമ്പോൾ പുറത്ത് നിൽക്കുന്നതിനൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ കഴിയുന്ന പോലെ ഇതിനെയൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ ഭയങ്കര ഈസിയാണ്, റിജക്ഷൻ ചെയ്യാനായിട്ട്. ലവ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാതിരിക്കാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ ദൈവം ക്രിസ്തു അവിടെ എന്താ പറയുന്നത്, റോമൻസ് 12:9-20 കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹെയ്റ്റ് വാട്ട് ഈസ് എവിൾ, ക്ലിങ് ടു വാട്ട് ഈസ് ഗുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പറയുന്നത് എന്താ, എവിളിനുള്ളതിനെ ഹെയ്റ്റ് ചെയ്തിട്ട് വെറുക്കാനാണ് പറയുന്നത്. നമ്മൾ നേരത്തെ എന്തോന്ന് അതിൽ ഡിലേറ്റ് ചെയ്യില്ലെന്നാണ് നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിലുള്ളവരുടെ കാര്യം പറഞ്ഞത്. ഡിലേറ്റ് ചെയ്യരുത്, ആ പേഴ്സണെ കൺസിഡർ ചെയ്യുക. ഇതിലെന്താ, ഹെയ്റ്റ് ചെയ്യുക, അവരിലുള്ള നെഗറ്റീവിനെ ഹെയ്റ്റ് ചെയ്യുക മീൻസ് അത് നമ്മളതിനെ ഹെയ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വെറുക്കുക. അതിനെ നമ്മൾ കൺസിഡറേ ചെയ്യരുത്, ഒരിക്കലും കൺസിഡർ ചെയ്യരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിങ് ടു വാട്ട് ഈസ് ഗുഡ്, അവരിലുള്ള നന്മയെ നമ്മളെന്താ ഹോൾഡ് ചെയ്യുക. അവരിലുള്ള നന്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ നന്മയുണ്ട്, എവളുമുണ്ട് നന്മയുണ്ട്. ആ എവളിനെ ഹേറ്റ് ചെയ്തിട്ട് നന്മ എന്താ നമ്മളതിനെ ടൈറ്റായിട്ട് മീൻസ് അതിനെ നമ്മൾ ക്യാപ്ചർ ചെയ്യുക, അതിനെ മാത്രം കൺസിഡർ ചെയ്യുക.
നെക്സ്റ്റ് ബി ഡിവോട്ടഡ് ടു വൺ അനദർ ഇൻ ലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിവോട്ടഡ് ടു നമ്മളുടെ ലവിൻ്റെ ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരിക്കണം ആ ലവിൽ എല്ലാത്തിലും നമ്മൾ കമ്മിറ്റ്മെൻറ്റഡ് ആയിരിക്കണം. പക്ഷേ ഇതിലെന്താ നമുക്ക് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണമെന്ന് എടുത്ത് പറയുമ്പോഴേ നമുക്ക് അൺകമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കേണ്ട സാഹചര്യങ്ങൾ ഈ ചുറ്റുപാടിൽ നമുക്ക് ഉണ്ടാവും. അതായത് എനിമീസിൽ നിന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെന്ന് പറയുന്നത് അവരിൽ തന്നെ ആരും പെർഫെക്റ്റ് അല്ലല്ലോ. എല്ലാവരും ഓരോ ഫിൽറ്ററിങ് പ്രോസസ്സിലൂടെ കടന്നു പോയാണ് ഓരോരുത്തരും ഓരോ ലെവലിൽ ദൈവകൃപയിൽ വളർന്ന് പോകുന്നത്. അപ്പോൾ ഒരു വ്യക്തി ചിലപ്പോൾ മറ്റൊരു വ്യക്തിക്ക് ഹാർട്ടായിരിക്കാം, എന്തെങ്കിലും ആവാം, അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ വന്നേക്കാം. അവർ തിരുത്തുവാനുള്ള ഒരു ഷൗലിനെ പൗലോസാക്കി മാറ്റും പോലത്തെയൊക്കെയുള്ള ഓക്കെ ആ ഒരു കണ്ടീഷൻ പോലെയൊക്കെ ആയിരിക്കാം. നെക്സ്റ്റ് ഹോണർ വൺ അനദർ എബോവ് യുവർ സെൽഫ്. അതായത് നമ്മൾ മറ്റുള്ളവരെ എന്തോ ചെയ്യണം, ഹോണർ ചെയ്യണം, ബഹുമാനിക്കണം. എന്നെക്കാളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. അവർക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫംഗ്ഷൻ ചിലപ്പം പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയത്തില്ല. അപ്പം എന്നെക്കാളും അവർ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക, എന്നെക്കാളും അവർ നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുക. അവർ നന്നായിരിക്കണം, അതായിരിക്കണം ബേസായിട്ട് നമ്മൾ മറ്റൊരു വ്യക്തിയോട് കൺസിഡർ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കണം. അവർ നന്നായിരിക്കണം. Next, never be lacking in zeal but keep your spiritual favor serving the Lord. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ തളർത്തുന്ന പല സാഹചര്യങ്ങളും നമ്മളെ ഈ ക്രിസ്തു എന്ന ബോഡിയെ സംബന്ധിക്കുമ്പോൾ എനിമീസിനെയൊക്കെ സംബന്ധിക്കുമ്പോൾ ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ ഉണ്ടായിരിക്കുമ്പം നമ്മുടെ സ്പിരിച്വാലിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു അണയാത്ത ഒരു തീയെ പോലെ തന്നെ കാത്തു സൂക്ഷിക്കുക. ആക്ച്വൽ ഇതല്ല, ഞാൻ അത് മീനിങ് ആയിട്ട് പറയുക. ദൈവത്തോടുള്ള സേവ് ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ദൈവത്തിന് വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നത് എല്ലാവരും പലരും. പക്ഷേ നമ്മൾ തളർത്തുന്ന സാഹചര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ആളിക്കത്തുക, തീർന്നു പോവരുത്, ജ്വലിക്കുക, അതിൽ ജ്വലിച്ച് ദൈവത്തിന് വേണ്ടിയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അടുത്ത് ബി ജോയ്ഫുൾ ഇൻ ഹോപ്പ്, പേഷ്യൻ്റ് ഇൻ അഫ്ലിക്ഷൻ, ഫെയ്ത്ത്ഫുൾ ഇൻ പ്രെയർ. അതായത് നമ്മൾ എന്തെങ്കിലും പെയിനോ ഡിസ്ട്രെസ് വരുന്ന സാഹചര്യം, ഹാർഡ്ഷിപ്പ് നമുക്ക് മറികടക്കേണ്ട സാഹചര്യങ്ങൾ, അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ പ്രതീക്ഷയുള്ളവരായിരിക്കുക, പേഷ്യൻ്റ് ഉള്ളവരായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊരു മതിൽ വന്നു, ഈ മതിൽ ഞാൻ ഇന്ന് തന്നെ ചാടിക്കിടക്കും എന്ന് ചിന്തിച്ച് ഇംപേഷ്യൻ്റ് ആവരുത്, പേഷ്യൻ്റായിട്ടിരിക്കുക. ദൈവം അതിനെ കടത്തും, അതിനെ മറികടത്താൻ ദൈവം തരും. നമ്മൾ ഡേവിഡിൻ്റെ കാര്യം ധ്യാനിച്ചതുപോലെ ഇതും അങ്ങനെയാണ്. അത് ചാടിക്കിടക്കാനൊരു ടൈമുണ്ട്, അതിൻ്റെ ഒരു ഡ്യൂറേഷൻ ഉണ്ട്. അതിൽ നമുക്ക് പേഷ്യൻ്റ് ആയിരിക്കുക, പ്രതീക്ഷിക്കുക, ഞാനിതിൽ ജയിക്കും, ഞാനിതിനെ ഓവർകം ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയോടെ ആയിരിക്കുക. ദെൻ ഷെയർ വിത്ത് ദ ലോഡ്സ് പീപ്പിൾ ഹൂ ആർ ഇൻ നീഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളവർക്ക് നമ്മൾ എന്തൊക്കെയാണ് ഷെയർ ചെയ്യുക. നമ്മൾ എന്ത് വേണോ നമുക്കത് ഷെയർ ചെയ്യാം. പ്രാക്ടീസ് ഹോസ്പിറ്റാലിറ്റി, അത് രണ്ടും നമുക്ക് മിഗിൾ ചെയ്ത് പറയാം. ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്തോ, ഹോസ്പിറ്റാലിറ്റി മീൻസ് നമ്മൾ കെയർ ചെയ്യുക, അവർക്കില്ലാത്തത് നമ്മൾ കൊടുക്കുക. ഫുഡ് ആയിക്കൊണ്ട് പോട്ടെ, എന്തായിക്കൊണ്ട് പോട്ടെ, സകലതും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ ബ്ലസ് ദോസ് ഹൂ പ്രോസിക്യൂട്ട് യു, ബ്ലസ് ആൻഡ് ഡു നോട്ട് കേഴ്സ്. നിങ്ങളെ കേഴ്സ് ചെയ്യുന്നവരെ തിരിച്ച് കേഴ്സ് ചെയ്യാതെ നമ്മൾ അവിടെ ബ്ലസ് ചെയ്യണം, അവരെ അനുഗ്രഹിക്കണം. ഒരു ക്രിസ്തുവിൻ്റെ ഒരു ബോഡിയാണ്, അവരെ നമ്മൾ ക്രിസ്തുവിൻ്റെ ബോഡിയിലെ ഒരു മെമ്പറാണ്, അവരെ നമ്മൾ അനുഗ്രഹിക്കണം. റിജോയ്സ് വിത്ത് ദോസ് ഹു റിജോയ്സ്, മോഡ് വിത്ത് ദോസ് ഹു മോഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഐക്യതയാണ്. സന്തോഷിക്കുന്നവനോട് സന്തോഷിക്കുക, കരയുന്നവനോട് കരയുക. അതൊന്നും ഇതെല്ലാം നമ്മൾ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അടുത്ത് ലിവ് ഇൻ ഹാർമണി വിത്ത് വൺ അനദർ, യുണൈറ്റിയിലായിരിക്കുക, പരസ്പര യുണൈറ്റിയിലായിരിക്കുക. ദെൻ ഡു നോട്ട് ബി പ്രൗഡ് ബട്ട് ബി വില്ലിങ് ടു അസോസിയേറ്റ് വിത്ത് പീപ്പിൾ ഓഫ് ലോ പൊസിഷൻ. അതായത് ചിലപ്പോൾ നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ നമ്മളെക്കാളും കുറവായിരിക്കാം, ചിലപ്പം കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ എർത്തലി റിലേറ്റിൽ അവർ നമ്മളെക്കാളും കുറവായിരിക്കാം, നമ്മൾ കൂടുതലായിരിക്കാം. പക്ഷെ നമ്മളെല്ലാവരോട്ടും എന്ത് ചെയ്യുക, അസോസിയേറ്റ് ചെയ്യുക. Do not rely on wisdom, think you know everything. That means എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മളെ വിസ്റ്റം, നമ്മൾ അറിവിൽ ഊതി നിൽക്കാതെ നമ്മളെപ്പോഴും ടീച്ചബിൾ ആയിരിക്കണം. വേറൊരാൾ നമ്മളടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്ത് മാറ്റി മുന്നോട്ട് പോകാം. മറ്റുള്ളവരൊന്ന് പഠിക്കുക. ഞാൻ നേരത്തെ ഒരു കുട്ടികളോട് പറഞ്ഞു, ഞാൻ അവരിൽ നിന്ന് പഠിച്ചു. അപ്പോൾ എല്ലാവരും ഏത് ഒരു വ്യക്തിയും ദൈവത്തിന് യൂസ് ചെയ്യാൻ കഴിയും. ഇതവർ അവരെല്ലാം മെമ്പേഴ്സാണ്, ക്രിസ്തുവിൻ്റെ ബോഡിയിലെ മെമ്പേഴ്സാണ് അവരെല്ലാം. ഓക്കെ, അങ്ങനെ പഠിക്കുക. അങ്ങനെ ഒരു വില്ലിങ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഡു നോട്ട് റീപേ എനി വൺ എവിൾ ഫോർ എവിൾ എന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ ഞാൻ സ്കൂളിൽ പോയപ്പോൾ ഒരു വ്യക്തി എന്നെ
കൊച്ചു പിള്ളേർ പറയല്ലേ ഇടിച്ചു. അതുകൊണ്ട് അത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ തിരിച്ചൊരു ഇടി കൊടുത്തു. അങ്ങനെയല്ല. അപ്പോൾ നമ്മളങ്ങനെയല്ലേ, ഒരാൾ 2 പറഞ്ഞു, ഒരാൾ 1 പറഞ്ഞു, നമ്മൾ തിരിച്ച് 2 പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു ഒരു 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 ഇത് അങ്ങനെ ചെയ്യരുത് എന്നാണ് വചനം പറയുന്നത്. നമ്മൾ എവിളിനെ കൊണ്ടല്ല നമ്മൾ എന്ത് ചെയ്യണേ, ഒപ്പോസിറ്റ് ചെയ്യേണ്ടത്. ബി കെയർഫുൾ ടു ഡു വാട്ട് ഈസ് റൈറ്റ് ഇൻ ദ ഐസ് ഓഫ് എവരി വൺ. എല്ലാവരുടെയും കണ്ണിൽ ശരിയെന്ന് തോന്നുന്നത് മാത്രമേ നമ്മൾ ചെയ്യാവത്തുള്ളൂ. പിന്നെ ലിവ് അറ്റ് പീസ് വിത്ത് എവരി വൺ. എല്ലാവരും സമാധാനമായിരിക്കുക. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് സമാധാനത്തിലാവും. കാരണം നമ്മളെ എക്സ്പെക്റ്റേഷനാണ് കൂടുതൽ പെയിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ ഡു നോട്ട് എക്സ്പെക്റ്റ്. ദൈവം നമ്മളോട് തന്ന സ്നേഹം എന്താ, നമ്മളെ ഒന്നും കണ്ടിട്ടല്ല, നമ്മുടെ സിന്നൊക്കെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ അതുപോലെ നമ്മൾ മറ്റുള്ളവർ കൊടുക്കുക. അവർ നമ്മളോട് പാപമായിരിക്കും ചെയ്യുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നില്ലായിരിക്കും, മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതായിരിക്കും. ലെറ്റ് ഇറ്റ് ബി, ബട്ട് വി ഷുഡ് ലവ് ദം വിത്ത് ദ ലവ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ്, ഡു നോട്ട് ടേക്ക് റിവെഞ്ച് ബട്ട് ലീവ് റൂം ഫോർ ഗോഡ്. ബട്ട് അത് താഴോട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നമ്മളെ എനിമീസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റേത് ഇത്രയും മുകളിലൂടെ പറഞ്ഞതൊക്കെ എന്തിൻ്റെയാണ്, ബോഡി ഓഫ് ക്രൈസ്റ്റിലുള്ള മെമ്പേഴ്സിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം. താഴോട്ട് കുറച്ച് പറയുന്ന എനിമീസിൻ്റെ കാറ്റഗറിയാണ്. ഡു നോട്ട് ടേക്ക് റിവെഞ്ച് ബട്ട് ലീവ് റൂം ഫോർ ഗോഡ്സ് വർത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മൾ റിവെഞ്ച് ചെയ്യരുത്. ഇപ്പോൾ എന്ത് പറയാനാ, എനിക്കിപ്പം കിട്ടേണ്ട ജോബിനെ എൻ്റെ കൂടെയുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ എൻ്റെ മെമ്പർ തന്നെ, നമുക്കങ്ങനെയാണല്ലോ എതിർപ്പ് വരുന്നത്. അപ്പോൾ എൻ്റെ പൊസിഷനിലിരിക്കേണ്ട, ഞാനായിരിക്കേണ്ട പൊസിഷനിൽ വേറൊരു വ്യക്തി മറികടന്ന് വന്നു, പല രീതിയിൽ മറികടന്ന് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിക്കണം. തിരിച്ച് റിവെഞ്ച് ചെയ്യരുത്. തിരിച്ച് നമുക്ക് എന്ത് റിവെഞ്ച് ചെയ്യാം, ആ സ്ഥാനത്തിന് തട്ടിക്കളയാം. എന്തെങ്കിലും മാർഗം ഉപയോഗിച്ച് അവർ ചെയ്തതുപോലെ റോങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കതിനെ തട്ടിക്കളയാം. അങ്ങനെയൊന്നും ചെയ്യരുത്, റിവെഞ്ച് ഒന്നും ചെയ്യരുത്. ഓക്കെ, ദൈവം പറയുന്നു, ഇറ്റ്സ് മൈൻ ടു അവെഞ്ച്, ഐ വിൽ റീപേ. എന്ന് വെച്ചാൽ ഞാൻ റീപേ ചെയ്യാൻ, ഞാൻ ചെയ്യേണ്ട കാര്യം നീ എടുത്ത് ചെയ്യരുത്. എൻ്റെ ഡ്യൂട്ടി ഞാൻ അറിയാം. നിനക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും തിന്മ ചെയ്താൽ അത് നീ എന്നിൽ സമർപ്പിക്കുക. അതിനെ എതിർത്ത് നീ ചെയ്യരുത്. എനിക്കതിൻ്റെ സ്ഥാനം തരിക. ഞാനാണത് ചെയ്യേണ്ടത്. ഒരു അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാനാണത് ചെയ്യേണ്ടത്. ഓക്കെ, ഇഫ് യുവർ എനിമി ഈസ് ഹംഗ്രി ഫീഡ് ഹിം, ഇഫ് ഹി ഈസ് തേഴ്സ്റ്റി ഗിവ് ഹിം സംതിങ് ടു ഡ്രിങ്ക്. അത് നമ്മൾ ഒരിക്കൽ നേരത്തെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ശത്രുവിനെ വിശക്കുന്നുണ്ടെങ്കിൽ അവനെ ഫീഡ് ചെയ്യുക, ദാഹിക്കുന്നുണ്ടെങ്കിൽ അവന് കുടിക്കാൻ വെള്ളം കൊടുക്കുക. അതാണ് ഡെമോൺസ്ട്രേഷൻ. നമ്മൾ നേരത്തെ ക്രിസ്തുവിൻ്റെ സഭയിലുള്ള അംഗങ്ങളെക്കുറിച്ച് എന്താണ് പറഞ്ഞത്, നമ്മൾ അവരോടത്ത് എൻവി ആയിരിക്കരുത്, യുണൈറ്റി ആയിരിക്കണം. ഇതൊക്കെയാണ് ലവിൻ്റെ ഡെമോൺസ്ട്രേഷൻ. അതായത് നമ്മൾ ക്രിസ്തുവിൻ്റെ സഭയിലുള്ള എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ ക്രൈസ്റ്റ് ബോഡിയിലുള്ള മെമ്പേഴ്സിനോട് അവർ സന്തോഷിച്ച് അവരോട് സന്തോഷിക്കുക, കരഞ്ഞാൽ അവരോട് കരയുക. ഇതൊക്കെ ലവിൻ്റെ ഡെമോൺസ്ട്രേഷനാണ്. പിന്നെ ഹോസ്പിറ്റാലിറ്റി, അവരോട് നമ്മൾ ഹോസ്പിറ്റാലിറ്റി ചെയ്യുക. ഇതെല്ലാം ലവിൻ്റെ ഡെമോൺസ്ട്രേഷനാണ്. ബി ജോയ്ഫുൾ ഇൻ ഹോപ്പ്, പേഷ്യൻ, അഫ്ലിക്ഷൻ, ഫെയ്ത്ത്ഫുൾ ഇൻ പ്രെയർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്കത് നെഗറ്റീവായിരിക്കാൻ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പേഷ്യൻ്റ് ആയിരിക്കുന്നതും അവരെ ട്രീറ്റ് ചെയ്യുന്നതും ഇതെല്ലാം എന്താണ്, അവരോടുള്ള ലവിൻ്റെ ഡെമോൺസ്ട്രേഷനാണ്. സോ നമ്മളിപ്പം പറഞ്ഞത് ഇതെല്ലാം ലവ് എന്ന് പറയുമ്പോൾ ഡു നോട്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിലൊന്നും ഇതേത് കാറ്റഗറിയിലായിരുന്നു, നമ്മൾ 3 കാറ്റഗറി പറഞ്ഞു. ദൈവത്തോടുള്ള പറഞ്ഞു, അല്ലാതെ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ചിൽഡ്രൻസിൻ്റെ കാര്യം പറഞ്ഞു. അടുത്ത് നമ്മൾ പറഞ്ഞു, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ക്രൈസ്റ്റ് ഓഫ് ബോഡിയിലെ മെമ്പേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, എനിമീസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഇതിലെല്ലായിടത്തും ലവും എന്താണെന്ന്, ലവിൻ്റെ ഡെമോൺസ്ട്രേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇതൊക്കെ വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ഫ്രം ആരിൽ നിന്നും. ഞാൻ എൻ്റെ യേശുപ്പച്ചൻ്റെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യില്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതാണ് യഥാർത്ഥ ലവ്. അപ്പച്ചനെ വ്യക്തിയായിട്ട് സ്നേഹിക്കുക, ദൈവത്തെ വ്യക്തിയായിട്ട് സ്നേഹിക്കുക. അതെൻ്റെ അപ്പനാണ്, എന്നെ ക്രിയേറ്റ് ചെയ്ത എൻ്റെ കർത്താവാണ്. ദൈവത്തിൽ നിന്ന് എനിക്കിപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കണം. അതാണ് യഥാർത്ഥ സ്നേഹം. അല്ലാതെ എൻ്റെ യേശുപ്പച്ചി ഞാൻ ഇത് തന്നാലേ അങ്ങനെ ഞാൻ സ്നേഹിക്കത്തുള്ളൂ എന്നൊന്നും പറയണമെന്ന് പറഞ്ഞില്ല യഥാർത്ഥ സ്നേഹം. അപ്പോൾ ആ സ്നേഹമാണ് ദൈവം നമുക്ക് തന്നത്. ഞാൻ ഒന്നും യേശുപ്പച്ചന് കൊടുത്തിട്ടല്ല എൻ്റെ യേശുപ്പച്ചനെ സ്നേഹിച്ചത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ സ്നേഹവും കരുതലും എവിടെ നിന്ന് കിട്ടും എന്ന് പറഞ്ഞ് ഇൻറ്റൻഷനലി ഞാൻ സീക്ക് ചെയ്ത സമയത്താണ് എൻ്റെ യേശുപ്പച്ചനെ എനിക്ക് കിട്ടിയത്. ഞാൻ ദൈവമായിട്ടുള്ള ലിങ്കിൽ വന്നത് ആ ടൈമിൽ. അങ്ങനെയാണ് എനിക്ക് യേശുപ്പച്ചനോട്ടൊരു എൻകൗണ്ടറൊക്കെ കിട്ടിയ. എന്ന് വെച്ചാൽ
എന്നിട്ട് ആ സ്നേഹം 100% എന്നെ പ്യുവറായിട്ട് സ്നേഹിക്കാനും കെയർ ചെയ്യാനും എൻ്റെ യേശുപ്പച്ച മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ എന്നെ ആ ഒരു ബേസ്മെൻറ്റിലാണ് എൻ്റെ യേശുപ്പച്ച എന്നെ വളർത്തിയത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ സിൻസിയർ ആയിരിക്കണം. ബി ഷുഡ് സിൻസിയർ. അത് ഏത് മേഖലയിലായാലും, ദൈവത്തോടായാലും മനുഷ്യരോടായാലും, പല പല മേഖല നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ഫാമിലി റിലേഷനിലോടായാലും അത് നമ്മൾ സിൻസിയർ ആയിരിക്കണം. ബി ഷുഡ് സിൻസിയർ. ആ സിൻസിയർ ലവ് എന്ന് പറയുന്നത് എന്താ? വിത്തൗട്ട് എക്സ്പെക്റ്റിംഗ് ഒന്നും ചെയ്യാതെ നമ്മൾ കൊടുക്കുക. അതാണ് യഥാർത്ഥ സ്നേഹം. അല്ലാതെ എല്ലാം കിട്ടിയിട്ടും കൊടുക്കുക എന്നല്ല. അതാണ് യഥാർത്ഥ ഡെമോൺസ്ട്രേഷൻ. നമ്മൾ ഈ പല മേഖലയിൽ ഡെമോൺസ്ട്രേഷൻ പറഞ്ഞെങ്കിലും അതെല്ലാം കൊടുക്കേണ്ടത് സിൻസിയർ ഹാർട്ടിൽ നിന്നാണ്. ലവ് മസ്റ്റ് ബി സിൻസിയർ എന്ന് വചനം പറയുന്നു. ലവ് മസ്റ്റ് ബി സിൻസിയർ. റോമൻസ് 12:9 പറയുന്നു ലവ് മസ്റ്റ് ബി സിൻസിയർ. സ്നേഹം എന്ന് പറയുന്നത് ഇതെല്ലാം സ്നേഹമാണല്ലേ, സ്നേഹത്തിൻ്റെ ഡെമോൺസ്ട്രേഷനാണ്. ഫസ്റ്റ് അത് സിൻസിയർ ആയിരിക്കുക. ഓക്കെ, അത് സിൻസിയർ ആയിരിക്കുക. ഇനി വേറെ ഇതിൻ്റെ വേർഷൻസ് ഒത്തിരി ഉണ്ട്. എന്നാലും നമ്മൾ പറയുന്ന ഒരു പോയിന്റിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യണം, നമ്മൾ സിൻസിയർ ആയിരിക്കുക. ഓക്കെ, ദൈവം പറഞ്ഞ കാര്യങ്ങളോട്, വ്യക്തിത്വങ്ങളോടെല്ലാം നമ്മൾ എന്തായിരിക്കുക? സിൻസിയർ ആയിരിക്കുക. ഓക്കെ, സ്നേഹം എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ളതാണ്. ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന സ്നേഹം ബി ഷുഡ് സിൻസിയർ. അത് സിൻസിയർ ആയിരിക്കുക. ഓക്കെ, എല്ലാവർക്കും ഇത് ബ്ലെസ്സിങ് ആയെന്ന് വിശ്വസിക്കുന്നു. വൺ മോർ തിങ് നമ്മൾ സ്നേഹം സിൻസിയർ ആണെന്ന് മനസ്സിലാക്കണം. ലവ് നമുക്ക് കൊടുക്കാം, ലവ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. ആ ലവ് സിൻസിയർ ആണ് എന്ന് തെളിയിക്കുന്ന ഒരു വാചകമാണ് മാത്യു 5:46. ഇഫ് യു ലവ് ദോസ് ഹു ലവ് യു, വാട്ട് റിവാർഡ് വിൽ യു ഗെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിച്ചാൽ എന്ത് റിവാർഡാണ് നമുക്ക് കിട്ടുക? ഓക്കെ, ലവ് എന്ന് പറയുന്ന ആ സിൻസിയാരിറ്റി ആയിരിക്കണം. എനിക്ക് എന്ത് റിവാർഡ് കിട്ടും എന്ന് നമ്മൾ ചിന്തിക്കരുത്. കാരണം ആ റിവാർഡ് ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ആ റിവാർഡ് എന്നാണ് പലതും നമ്മൾ സിൻസിയർ ലവ് ചിന്തിക്കുമ്പോൾ, ഞാൻ സിൻസിയറായിട്ട് സ്നേഹിച്ചു അതേ സ്നേഹം എനിക്ക് തിരിച്ച് കിട്ടണം, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലായിരിക്കണം ആ വ്യക്തി പെരുമാറേണ്ട, ഇല്ലെങ്കിൽ ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കത്തില്ല. അങ്ങനെ അതല്ല. ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും ആ വ്യക്തിയിൽ ഇല്ലെങ്കിൽ, എനിക്കൊരു റിവാർഡും കിട്ടിയില്ലെങ്കിലും ഒന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ എന്താ സ്നേഹിക്കുക. കാണുന്ന എല്ലാവരെയും സ്നേഹിക്കാൻ ഇതിൽ ഞാൻ പറയുന്നില്ല. യൂത്തൊന്നും പ്രത്യേകിച്ച് ആരെയൊന്നും ചെന്ന് കാണുന്ന എല്ലാവരെയും കൊണ്ട് സ്നേഹിക്കാനില്ല. ദൈവം അപ്പോയിൻറ്റഡ് ചെയ്ത വ്യക്തിത്വങ്ങളെ സ്നേഹിക്കുക. ബോഡി ക്രൈസ്റ്റ് ആയാലും ദൈവം അപ്പോയിൻറ്റഡ് ആണ്. എനിമി ആയാലും അതും ദൈവം അപ്പോയിൻറ്റഡാണ്. ഓക്കെ, അതും അപ്പോയിൻറ്റഡ് ആണ്. ചിൽഡ്രൻസ് ആണോ അത് ദൈവം അപ്പോയിൻറ്റഡ് ആണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗോഡ് സെലക്ട് ചെയ്തതാണെങ്കിൽ അത് അപ്പോയിൻറ്റഡ് ആണ്. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ റീസ്റ്റോർ ചെയ്യും. അതൊക്കെ വേറൊരു സബ്ജക്റ്റ്, അതും ഒത്തിരി ഉണ്ട് പറയാനായിട്ട്. ഓക്കെ, സിൻസിയർ ലവ്, ദാറ്റ്സ് ദ ഫൈനൽ കൺക്ലൂഷൻ. സിൻസിയർ, ബി സിൻസിയർ ഇൻ ലവ്, ആൻഡ് ലവ് മസ്റ്റ് ബി ഇൻ ആക്ഷൻ, ഇറ്റ്സ് എ ഡെമോൺസ്ട്രേഷൻ. താങ്ക് യു. ആമേൻ. പ്രൈസ് ദ ലോർഡ്.